ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അനേകം ആത്മീയ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നതും കുമ്പസാരം എന്ന കൂദാശയെ പറ്റിയുള്ള ദൈവിക പദ്ധതിയും നിറഞ്ഞ അതിസമ്പുഷ്ടമായ വചനഭാഗങ്ങളാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ വചനഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന താക്കോൽ കുഷ്ഠമാണ്. സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ സവിശേഷ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഒന്നാമതായി, അകലെ നിൽക്കുന്ന കുഷ്ഠരോഗികൾ. എന്തുകൊണ്ടാണ് അവർ അകലം പാലിച്ചു നിൽക്കുന്നത്? അവരെ കണ്ടയുടനെ യേശു അവരോട് പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. യേശു ദൈവമാണെങ്കിൽ, ഒരു സാമൂഹിക പരിഷ്കർത്താവാണെങ്കിൽ, ആരെയും മാറ്റി നിർത്താത്തവനാണെങ്കിൽ അവരുടെ അടുത്തു ചെന്നുകൂടെ? എന്താണ് ഇത്ര വിചിത്രമായി ഇവരോട് ഇടപെടുന്നത്? അതിനുള്ള ഉത്തരങ്ങളെല്ലാം ലഭിക്കുന്നതിന് പഴയ നിയമം ഒരൽപ്പം അറിയേണ്ടതുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ നീണ്ട 2 അധ്യായങ്ങളാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുതന്നെ ഇതിൻ്റെ പ്രാധാന്യം വെളിവാക്കുന്നതാണ്. അവിടെ ഇങ്ങനെ വായിക്കും: കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മേൽചുണ്ട് തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. ഒരുപക്ഷെ കോവിഡ് കാലത്ത് നമ്മൾ എടുത്തിരുന്ന മുൻകരുതലുകൾക്ക് സമാനമാണെന്ന് തോന്നുന്നു. മേൽചുണ്ട് മറച്ച് മാസ്ക് വച്ചിരുന്നതും 3 മീറ്ററെങ്കിലും അകലം പാലിക്കണം എന്ന് പറഞ്ഞിരുന്നതും ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കേണ്ടി വരുന്നതുമെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്, അവരെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ പുരോഹിതരുടെ പ്രാഥമിക കടമകളിലൊന്ന് ദേവാലയത്തിൽ ബലിയർപ്പിക്കുക എന്നത് മാത്രമല്ല, അവർ ഡോക്ടർമാരായി പ്രവർത്തിക്കുകയും ചെയ്യണമായിരുന്നു. ആർക്കെങ്കിലും ത്വക്ക് രോഗം വന്നാൽ അവർ പുരോഹിതന്റെ അടുക്കൽ ചെല്ലണമായിരുന്നു. അവരെ പരിശോധിച്ചിട്ട് ശുദ്ധനാണോ അശുദ്ധനാണോ എന്ന് പുരോഹിതൻ കൽപ്പിക്കണമായിരുന്നു. ശുദ്ധനാണെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ബലിയർപ്പണം നടത്തി തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളിൽ വലിയ ആത്മീയ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കുഷ്ഠമെന്നത് പഴയ നിയമത്തിൽ ഒരു രോഗമായി മാത്രം കാണരുത്. കുഷ്ഠമെന്നാൽ പാപം എന്ന അർത്ഥത്തിൽ നമ്മൾ വായിച്ചെടുക്കണം. ഒരർത്ഥത്തിൽ നാം എല്ലാവരും പാപികളാണ്. കുഷ്ഠം പകർച്ചവ്യാധിയും മാരകവുമായിരുന്നതുപോലെ തന്നെയാണ് നമ്മുടെ പാപവും. അത് മനുഷ്യർക്കിടയിൽ വളരെ എളുപ്പത്തിൽ പടരുകയും നമ്മെ രോഗികളും ബലഹീനരുമാക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. സുവിശേഷത്തിൽ അവരുടെ കുഷ്ഠാവസ്ഥയിൽ ആരും തങ്ങളുടെ അടുത്ത് വരാൻ ധൈര്യപ്പെടാത്തതിനാൽ അവർ വളരെ അകലെ നിന്നു. പാപത്തിൽ തുടരുമ്പോൾ നാമും എല്ലാവരിലും നിന്ന് വളരെ അകലെയാണ്. കുഷ്ഠരോഗം മറ്റുള്ളവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ദേവാലയ പ്രവേശനത്തിൽ നിന്നുപോലും മാറ്റി നിർത്തിയിരുന്നതുപോലെ തന്നെ പാപം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നു. ആരാധനാ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നു. ദിവ്യബലി നിഷേധിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മാരക പാപത്തോടു കൂടി ബലിയിൽ പങ്കെടുക്കാൻ പാടില്ല, ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗി തന്നെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് ഒരു പുരോഹിതന്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നതുപോലെ പുതിയ നിയമത്തിൽ മാരകമായ പാപമുണ്ടെങ്കിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ശുദ്ധിയുള്ളവരായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് നാം ഒരു വൈദികന്റെ അടുക്കൽ പോകേണ്ടിയിരിക്കുന്നു. അവൻ ശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ച് നമ്മെ സമൂഹത്തിലേക്ക് വീണ്ടും ചേർക്കും. സമൂഹമെന്നാൽ ആരാധനാ സമൂഹത്തിലേക്ക്, ദൈവ ആരാധന നടത്തുന്ന സമൂഹത്തിലേക്ക്, ദിവ്യ ബലിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കും. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് നേരിട്ട് പാപങ്ങൾ ഏറ്റുപറയാറുണ്ട്, കേവലം മനുഷ്യനായ ഒരു പുരോഹിതന്റെ അടുക്കൽ പോയി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന്. പക്ഷേ ഇന്നത്തെ സുവിശേഷം നോക്കുക. ദൈവം തന്നെയായ യേശു ഒരു വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പോലും സൗഖ്യപ്പെടുത്താൻ കഴിവുള്ളവൻ ഈ 10 കുഷ്ഠരോഗികളെ പറഞ്ഞയക്കുന്നത് പുരോഹിതന്റെ അടുക്കിലേക്കാണ്. അതായത് കുമ്പസാരം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് മാനിക്കപ്പെടണം.
ആത്യന്തികമായി ദൈവം തന്നെയാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്. എന്നാൽ പാപമോചനം ദൈവം നൽകുന്നത് കേവലം മനുഷ്യരും ബലഹീനരും പാപികളുമായ വൈദികരിലൂടെയാണ്. ഇന്നത്തെ 1-ാം വായന കൂടെ ശ്രദ്ധിക്കുക. ദൈവപുരുഷൻ ഏലീഷ തൻ്റെ ദൂതനെ അയച്ച് നാമാനോട് ജോർദാൻ നദിയിൽ കുളിക്കാൻ പറയുകയാണ്. അത് അനുസരിച്ചപ്പോൾ അവന് സൗഖ്യം കിട്ടി. കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നതും ഇതുതന്നെയാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ ദൂതനാണ് വൈദികർ. നാമാനുണ്ടായിരുന്ന എളിമ നമുക്കുമുണ്ടെങ്കിൽ സൗഖ്യം സുനിശ്ചിതമാണ്. ആരോഗ്യം വീണ്ടെടുക്കാനും പാപത്തിൻ്റെ കുഷ്ഠരോഗം ഭേദമാക്കാനും യേശുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നാം നിലവിളിക്കേണ്ടിയിരിക്കുന്നു. ആ നിലവിളി നമ്മുടെ അധരങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. കാരണം ഹൃദയത്തിൻ്റെ നിലവിളി അധരം കൊണ്ടുള്ള വിളിയേക്കാൾ കൂടുതൽ ഉച്ചത്തിലാണ്. അത് ആകാശത്തെ തുളച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയരുന്നു. നാമാനോട് 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ മുങ്ങാനാണ് ആവശ്യപ്പെടുന്നത്. 7 എന്നത് യഹൂദനെ സംബന്ധിച്ച് ഉടമ്പടി സംഖ്യയാണ്. അങ്ങനെയെങ്കിൽ ജോർദാൻ നദിയിലെ ഉടമ്പടി എന്നത് മാമോദീസയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, നാമാന്റെ ശരീരം ശിശുവിൻ്റേതുപോലെയായി. അതെ, അതാണ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന്. മാമോദീസയിലൂടെ നാം വീണ്ടും ജനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ആത്മീയമായി കുഷ്ഠരോഗികളാണെങ്കിലും മാമോദീസയിലൂടെ നാമാനെ പോലെ ശുദ്ധിയുള്ളവരും ക്രിസ്തുവിനാൽ 10 കുഷ്ഠരോഗികളെപ്പോലെ സൗഖ്യം നേടിയവരുമാണ്. അതിനാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വന്തം പ്രയത്നങ്ങളിൽ നിന്നോ കഴിവിൽ നിന്നോ ആണ് എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൈ പ്രവർത്തിക്കുന്നത് കാണുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ബാക്കി 9 കുഷ്ഠരോഗികളെപ്പോലെ, എന്ന് പറഞ്ഞാൽ 90% വരുന്ന കൂട്ടരെ പോലെ ആകാതെ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും യേശുവിന് നന്ദി പറയാനും മടങ്ങി വന്ന നന്ദിയുള്ള സമരിയാക്കാരൻ്റെ ഹൃദയം നമുക്കും ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്കും അവിടുത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വായനകൾ പഠിപ്പിക്കുന്നതും ആരാധന നന്ദിയുടെ പ്രകടനമാണ് എന്നതാണ്. കത്തോലിക്ക ആരാധനയുടെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ചും സത്യമാണ്. കാരണം കുർബാന എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന യൂക്കരിസ്റ്റ് എന്ന പദം വന്നിരിക്കുന്നത് പോലും നന്ദി അർപ്പണം എന്നർത്ഥമുള്ള യൂക്കരിസ്തൈൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ബലിയർപ്പണം എന്നാൽ നന്ദി അർപ്പണം തന്നെയാണ്. അതിനാൽ നമ്മുടെ ജീവിതവും ജീവിതത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന സത്യം തിരിച്ചറിയാം. വിജാതീയരും കുഷ്ഠരോഗികളുമായ നമ്മെ സുഖപ്പെടുത്തിയ ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കാം. എളിമയും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസമൂഹത്തിലായിരിക്കാനും പാപത്തിൽ നിന്നകന്ന് ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും അനുദിനം വളരാനും അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.